കാലവർഷം എത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ. വരും ദിവസങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഷീജ വിവരങ്ങൾ നൽകും. ഷീജ, പ്രതീക്ഷിച്ചതിലും 2 ദിവസം നേരത്തെയാണ് കാലവർഷം ഇത്തവണ എത്തിയത്. മഴയുടെ തോത് പൊതുവിൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന? അരുൺ, പ്രധാനമായും സംസ്ഥാനത്ത് കാലവർഷം എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ ശക്തമായ മഴയാണ് കേരളത്തിൽ എല്ലായിടത്തുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ പ്രധാനമായും തെക്കൻ കേരളത്തിൽ കനത്ത മഴയും ലഭിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റ് നിലവിൽ വീശുന്നുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കാറ്റ് നിലവിൽ ശക്തമായി വരുന്ന 2 ദിവസങ്ങൾ കൂടി തുടരും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ബംഗാൾ കടലിൽ രൂപം കൊണ്ടിട്ടുള്ള മോറ ചുഴലിക്കാറ്റ് അതും തീരദേശത്ത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇതിനാലും സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഴ പെയ്തിരുന്നുവെങ്കിലും വടക്കൻ കേരളത്തിൽ മഴ അത്ര കാര്യമായി ആദ്യ ദിവസങ്ങളിൽ പെയ്തിരുന്നില്ല. ഈ നിലവിലുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി മികച്ച കനത്ത മഴ തന്നെ ലഭിക്കുമെന്നാണോ കരുതുന്നത്? അതായത് കഴിഞ്ഞ വർഷം 34% ഉണ്ടായിരുന്നത്. താരതമ്യേന കുറവായിരുന്നു. വരൾച്ചയൊക്കെ അതിന്റെ ഭാഗമായി ഉണ്ടായത് കൂടിയാണ്. ഇത്തവണ അത് ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ മഴയ്ക്കാണ് വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് കരുതാനാകുമോ ഷീജ, ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച്, സൂചന അനുസരിച്ച്? തീർച്ചയായും നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാലവർഷം ഇത്തവണ ശക്തിപ്പെടും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം കഴിഞ്ഞ തവണ നന്നേ ദുർബലമായിരുന്നു. എന്നാൽ ഇത്തവണ കാലവർഷം ശക്തിപ്പെടും എന്നൊരു അറിയിപ്പ് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തെക്കൻ കേരളത്തിലാണ് കനത്ത മഴ പെയ്യുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ നിലവിൽ കാലവർഷം എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളമായി സംസ്ഥാനത്ത് എല്ലായിടത്തും മികച്ച മഴ തന്നെ, അതും ശക്തമായ മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. രാജഗോപാൽ കമ്മത്ത്, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, 2 ദിവസം നേരത്തെയാണ് കാലവർഷം എന്നാണല്ലോ റിപ്പോർട്ടുകൾ. പൊതുവിൽ ഈ വരുന്ന 4 മാസം കാലയളവിൽ കാലവർഷം പെയ്തു തോരുന്ന 4 മാസം എത്ര മില്ലിമീറ്റർ മഴയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? വളരെ നല്ലൊരു സൂചനയാണ് നമുക്ക് ഈ കാലവർഷം നേരത്തെ എത്തിയതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദശകങ്ങളുടെ ട്രെൻഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാലയളവിൽ ഈ രീതിയിലുള്ള മഴ ലഭിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു 95 to 98% മൺസൂൺ ഈ കാലയളവിൽ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വേണം കരുതേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമുക്ക് മൺസൂണിൽ നല്ല ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. പക്ഷെ ആ കുറവുകളെല്ലാം ഈ വർഷം നികത്തപ്പെടും എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഓൾറെഡി നമുക്ക് ആൻഡമാനിലെ സ്ഥിതിയും ശ്രീലങ്കയിലെ സ്ഥിതിയും തന്നെ ഈ ഭാവി ഈ അടുത്ത കുറച്ച് നാളുകളിലേക്കുള്ള മൺസൂണിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ശ്രീലങ്കയിൽ നമുക്കറിയാം വളരെ ശക്തമായ മഴയാണ് പെയ്തത് ശ്രീലങ്കയിൽ. അതുപോലെ തന്നെ ആൻഡമാനിലെ മഴയും അതിനെ തുടർന്ന് ഉണ്ടായ അതിന്റെ ഒരു മൺസൂണിന്റെ ഒരു പൈലറ്റ് മൺസൂൺ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രീ മൺസൂൺ മഴ എന്നുള്ള നിലയിൽ എത്തിച്ചേർന്ന ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെയ്യുന്ന മഴ വളരെ നല്ലൊരു സൂചനയാണ് നൽകുന്നത്. നമുക്ക് ഈ വർഷം ഈ മഴ ലഭ്യതയിൽ യാതൊരു കുറവും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത്. ഇതിന് പല കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, എൽനിനോയുടെ തീവ്രത ഈ കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ കഴിഞ്ഞതിന് ശേഷം വളരെ വലുതായിട്ടൊന്നും എൽനിനോ ശക്തി പ്രാപിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പസഫിക്കിന്റെ ഉപരിതല ജലത്തിൽ അങ്ങനെ വലിയ താപവർദ്ധനം ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ സൂര്യന്റെ താപനിലയിൽ സൂര്യന്റെ റേഡിയേഷൻ ഭൂമിയിൽ എത്തുന്നതിൽ വന്ന വ്യതിയാനവും, അത് മാത്രമല്ല മറ്റ് കാരണങ്ങൾ, അതായത് ധ്രുവപ്രദേശത്തെ ഇൻഫ്ലുവൻസും, മഹാസമുദ്ര ജലപ്രവാഹങ്ങൾ, ഈ ഓഷ്യൻ കറൻസ് ഈ പസഫിക്കിലും മറ്റ് പ്രദേശങ്ങളിലെയും കാലാവസ്ഥ ബാധിക്കുന്നതിൽ വന്ന മാറ്റങ്ങളും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ശുഭസൂചകമായിട്ടുള്ള ഈ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മൾ അനുഭവിക്കുന്നതിൽ അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ആണ്.
ഇത് ഇനി വരുന്ന കാലയളവിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോ ഈ വർഷങ്ങൾ ഈ മാസങ്ങളിൽ ഇനിയിപ്പോ എൽനിനോ ശക്തി പ്രാപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മൺസൂണിൽ കുറവുണ്ടാകുകയോ ചെയ്യില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബംഗ്ലാദേശിൽ സൈക്ലോൺ ഉണ്ടായി. കാരണം മർദ്ദം കുറഞ്ഞ പ്രദേശം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു നല്ല സൂചകമാണ്. കാറ്റ് കൂടുതലായിട്ട് വന്നിട്ട്. രാജഗോപാൽ കമ്മത്ത്, ഒരു കാര്യം കൂടി, കഴിഞ്ഞ വർഷം ജൂൺ 7-നായിരുന്നല്ലോ മഴ ഉണ്ടായിരുന്നത്. അത് 34% കുറവുണ്ടാവുകയും ചെയ്തു. ഇത്തവണ അതുണ്ടാവില്ല. അതായത് വരൾച്ചയൊക്കെ അതിന്റെ ഭാഗമായി കേരളം ഒരുപാട് അനുഭവിക്കുകയും ചെയ്തിരുന്നു, ജലദൗർലഭ്യം. ഇനി അതുണ്ടാവില്ല എന്നാണോ? പര്യാപ്തമായ മഴ തന്നെ ഈ കൊല്ലം ലഭിക്കുമെന്നാണോ? ശരിക്കും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ മൺസൂണിന്റെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇത്തരത്തിലുള്ള സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വർഷം നല്ല മഴ ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുക. എന്നാൽ പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങൾ, അതായത് മനുഷ്യന്റെ ചെയ്തികൾ മൂലമുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ലോക്കലായിട്ടുള്ള മഴയെ ബാധിക്കും. അതായത് ഒരു പ്രത്യേക ഒരു വെജിറ്റേഷൻ ഇല്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മലകളുടെ കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ തീർച്ചയായിട്ടും ബാധിക്കും. എന്നാൽ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ പടിഞ്ഞാറേ ഭാഗത്ത്, പശ്ചിമഘട്ടത്തിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും മഴ കൂടുതലായിട്ട് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇപ്പൊ ഇവിടുന്ന് കേരളത്തിന്റെ വളരെ നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത് ഈ ടെലിഫോൺ ലൈനിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്.